അക്ബർ അലി എന്ന് പറഞ്ഞ ആളറിയോ? ഇവിടെ അക്ബർ അലിയോ? അങ്ങനെ ഒരാള് ഇവിടെ ഇല്ലല്ലോ. മുമ്പ് ഗൾഫിലൊക്കെ ആയി. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല കേട്ടോ. അക്ബർ അലി എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്തല്ലേ ഏതാണ്ട് പറഞ്ഞത് അല്ലേ? ഇതാ ഇത് ഇതാണ് ആള്. ഇതോ? ഇത് നമ്മളെ അലിക്കല്ലേ? എവിടെ എങ്ങനെ പറയുന്നത്? അലിക്കാണ്. മൂപ്പര് വീട് നിങ്ങൾ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് വലത്തോട്ട് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ കുറച്ച് കയറ്റാണ്. കയറ്റം വണ്ടി അവിടെ വെക്കണം. വണ്ടി പോകില്ല? ഇല്ല, വീട്ടിലേക്ക് വണ്ടി പോകില്ല. കുറച്ച് കയറി പോകാണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് ആ ഒരു ഇടവഴി കൂടി കയറി കുറച്ച് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മൂപ്പര വീട്ടിലെത്തും. വലത്തോട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എവിടെ നിന്നായിരുന്നു? ഞങ്ങൾ അരിക്കോടുന്ന. ആയിക്കോട്ടെ, ശരി. ഓക്കെ, ശരി ശരി ശരി, കാണാം. എന്താണ് അലിക്ക ആകെ അവശനായിക്കല്ലോ? വയ്യാണ്ടായിക്ക് മോനെ. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. കാലം ഒരുപാടായില്ലക്ക ഈ ഓട്ടം തുടങ്ങിയിട്ട്. ഇനി തന്നെങ്കിലും ഒന്ന് വിശ്രമിച്ചൂടെ? എന്ത് ചെയ്യാനാ മോനെ, 2 വയറ് കഴിഞ്ഞു കൊണ്ടേ. അതെ, ശ്രദ്ധിക്കണം കേട്ടോ, അടിയിൽ കിണറുള്ളതാ. ഓ അതെ മതി. മോനെ നജീബ, എന്താ പിഴ? ഇതെന്താ കോലങ്ങളെ? അറിയണ്ട മോനെ, എന്റെ മനസ്സിലാക്കവർക്ക് അങ്ങനല്ലല്ലോ. എന്താ നോക്ക്, ഈ രൂപമാണ് നമ്മളെ മനസ്സിലുള്ളത്. 10 കൊല്ലം മുമ്പ് ഷാർജ റോഡയിൽ ഞാൻ വന്നിറങ്ങുമ്പോ ഒന്നോളം സ്വപ്നവും ഒരുപാട് കടബാധ്യതയായിട്ട് ഞാൻ അവിടെ കയറിയിരുന്നു. അന്ന് സ്വന്തം ജോലി എന്നെ ഏൽപ്പിച്ചിട്ട് ഒത്തിരി ജീവിതം ജീവിച്ചു തീർക്കാൻ ഭാര്യന്റെ മക്കളെ പരം ജീവിക്കാൻ വേണ്ടിട്ട് നാട്ടിലേക്ക് പോയതാ. അവിടെ പോയി ഈ കൊലത്തില് ഇത് സങ്കല്പിക്കാൻ പറ്റില്ല അലിക്ക. ഈ കോലോ ഈ ചുറ്റുപാടും അല്ല ഞാൻ നിങ്ങളെ കാണേണ്ടത്. സത്യത്തിൽ എന്താ അങ്ങനെ സംഭവിച്ചത്? നമ്മളെ നല്ല പ്രായത്തിൽ നമ്മൾക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്, നമ്മൾ എവിടെയെങ്കിലും തളർന്നു പോയാൽ അവർ നമ്മൾക്കൊരു താങ്ങാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോകും മോനെ. നമ്മൾ അവർക്കൊരു ഭാരമായി തീരും. അല്ല, അപ്പൊ മക്കളൊക്കെ? അതെ, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? തിരിഞ്ഞോക്കലില്ല. മോളും ഭർത്താവും ഗൾഫിൽ സുഖമായിട്ട് ജീവിക്കുന്നു. മോന് ബിസിനസ്സിന് വേണ്ടി ഒരേ ബാങ്കിൽ വെച്ചിരുന്നു. അപ്പോൾ ബിസിനസ്സൊക്കെ ആയപ്പോൾ ഓനത് അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് ഓൻ ജോലിയായി പോവുകയും ചെയ്തു. ഏതായാലും ഇങ്ങനൊക്കെ നടക്കാനുള്ള വിധി ഉണ്ടാവും. കൊടുക്കാം, ഞങ്ങൾ ഏതായാലും ഇറങ്ങാം. എന്തായാലും മക്കൾ ഇങ്ങനെ തന്നെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെത്ര കഷ്ടപ്പെട്ടാലും അല്ലേ? അതെ, ഒരു രക്ഷപ്പെട്ടോ ഓനെ. ആകപ്പാടെ പറ്റി എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ 2-3 മാസത്തിന് ശേഷം സകല കോണ്ടാക്റ്റും നഷ്ടപ്പെടുന്നില്ല. എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. ഏതാ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങളെ മൊബൈൽ നമ്പർ ഒന്ന് വിളിച്ചാൽ കിട്ടണേ. ഓ, കിട്ടും. അടുത്ത ആഴ്ച പോയി കൂടിയാണ്. ഇവിടുത്തെ സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. കാരണം നിങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ആ താമസം മാറിയൊന്നും ആൾക്കാർക്കും ഞാൻ പെട്ടെന്ന് ആ സ്ഥിതിയിലൊക്കെ ആയിക്കൊണ്ടിരുന്നല്ലോ. മോനെ അതറിയിക്കാനുള്ളൊരു എനിക്കില്ല. എന്നാലും ഇതൊരു യോഗ എല്ലാവരും അല്ലേ, ഒരു വല്ലാതെ യോഗ. ഇവിടെ എത്തിപ്പെട്ടത് അടുത്ത ആഴ്ച പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ആക്കി നിങ്ങളവിടെ കിട്ടും. പിന്നെ പാസ്പോർട്ടൊക്കെ പുതുക്കിയിട്ടില്ലെങ്കിൽ ഇടാണെന്ന് വെച്ചാലൊക്കെ ഉണ്ടല്ലേ, അതോ ഗൾഫ്
പാട വിട്ടെന്നുള്ള രീതിയിൽ അത് മേപ്പടിപ്പൽ കയറിയിട്ടൊന്നുമില്ലല്ലോ. ഞാനുണ്ട്. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല മോനെ. എനിക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ആളല്ലേ നിങ്ങൾ എനിക്കൊരു ഭാരാവേ. പഠിച്ചോനോട് ഓർക്കുവോ അല്ലേ? അതൊന്നും ആലോചിച്ചിട്ടോ മനസ്സ് വിഷമിക്കണ്ട. ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. എന്നാ ചാവി ഞാൻ കേട്ടോ. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമല്ലോ അല്ലേ? ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. വിജീവേ, അതേതായാലും നല്ലൊരു തീരുമാനം എങ്കിൽ എടുത്ത്. അതല്ലെങ്കിൽ അങ്ങനെയല്ലടാ, നമ്മളെ വളർച്ചയ്ക്ക് കാരണമായവരെ നമ്മൾ മറക്കാൻ പാടില്ല. കൂടെ കൂട്ടണം. അത്രേ ഉള്ളൂ ഇതിലൊക്കെ.